വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു മെഗാ മൾട്ടി സ്റ്റാർ സിനിമ റിലീസ് ചെയ്തു, പാട്രിയോട്ടിക്. എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ആ സിനിമയെക്കുറിച്ച് ഓരോരുത്തരും പറയുന്നത്. കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും പൂഴ്ത്തി പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു സാധാരണ സിനിമ. ഞാൻ രാവിലെ 9:15 സിനിമയാണ് കണ്ടത്. ഒരു വലിയ തിയേറ്ററാണ്. അവിടെ സാധാരണ ഉണ്ടാകുന്ന ഫാൻസിൻ്റെ ബഹളങ്ങളില്ല, ആൾക്കാരില്ല. ഇത് 4, 5, 6 പേരാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, അങ്ങനെ തുടങ്ങിയ മെഗാസ്റ്റാറുകളുടെ പടമാണ്. എന്നിട്ട് പോലും ആദ്യ ഷോയ്ക്ക് തിയേറ്ററിൽ ആൾ ഫുൾ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ വന്നിരിക്കുന്നവരിൽ തന്നെ ബഹുഭൂരിപക്ഷവും ഫാൻസിൻ്റെ ആൾക്കാരാണ്. പടം തുടങ്ങി 3 മണിക്കൂറാണ് പടം ആലോചിക്കണം. ഏകദേശം 3 മണിക്കൂർ. ഈ പടം തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണ നിലവാരത്തിലുള്ള സിനിമ കാണുന്നത്. മമ്മൂട്ടി എൻട്രി ചെയ്യുമ്പോൾ കയ്യടി ഒന്നും അല്ല, ഒരു ഊക്കിവിളിയില്ല, ഒരു പാലാഭിഷേകമില്ല, ഒരു പുഷ്പാഭിഷേകം ഒന്നുമില്ല. അപ്പോൾ തുടക്കം മുതൽ ശ്രദ്ധിച്ചത് ജനത്തിന് ഈ സിനിമ ഇഷ്ടമായിട്ടില്ല എന്നുള്ളതാണ്. ജനത്തിന് സിനിമ ഇഷ്ടമായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പടം മോശമാണെന്നുള്ള അഭിപ്രായമില്ല. പടം നല്ല ക്ലാസ് ആയിട്ട് സിനിമ എടുത്തിട്ടുണ്ട്. മഹേഷ് നാരായണൻ നല്ല ഒന്നൊന്നായ സംവിധായകനും എഡിറ്ററും കൂടിയാണ് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് ആർക്ക് വേണ്ടിയെടുത്ത സിനിമയാണ്? ഇത് പ്രേക്ഷകർക്ക് വേണ്ടിയെടുത്ത സിനിമയാണോ? ഇത് ഫാൻസിന് വേണ്ടിയെടുത്ത സിനിമയാണോ? ഇതൊരു കമേഴ്ഷ്യൽ സിനിമയാണോ എന്നൊക്കെ ചോദിക്കുന്നത് 125 കോടിയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഈ 125 കോടി ചെലവഴിക്കുമ്പോൾ ഇത് റിട്ടേൺസ് കിട്ടണം, ഇത് ലാഭം കിട്ടണം. എവിടെ ഓടിച്ച് എങ്ങനെയാണ് ഇത് ലാഭം ഉണ്ടാക്കാന്ന് ഒരു അംശവുമില്ല. അപ്പോൾ കമേഴ്ഷ്യൽ ഘടകങ്ങളേ ഇല്ല. ഇനി അത് പോട്ടെ. 2 മണിക്കൂർ കഴിഞ്ഞു, ഇന്റർവ്യൂ കഴിഞ്ഞ് 2 മണിക്കൂർ ഇതുവരെ മോഹൻലാൽ വരുന്നില്ല. മോഹൻലാൽ ഫാൻസിൻ്റെ ആൾക്കാർ തിയേറ്ററിൽ വന്നിരിക്കുക. മോഹൻലാലിനെ കാണിക്കാതെ അവർ ആകെ അസ്വസ്ഥരായി. 2 മണിക്കൂർ ഇന്റർവെൽ കഴിഞ്ഞപ്പോൾ തന്നെ മോഹൻലാലിൻ്റെ ഫാൻസുകാർ തിയേറ്റർ വിട്ട് ബഹളം വെച്ച് പോകാനിരിക്കുകയാണത്. അപ്പോൾ കുറച്ച് പേര് മോഹൻലാൽ ഉണ്ട്. കുറേ കഴിഞ്ഞപ്പോഴാണ് മോഹൻലാൽ എൻട്രി ചെയ്തത്. മോഹൻലാൽ എൻട്രി ചെയ്തപ്പോഴാണ് തിയേറ്റർ സടകുടഞ്ഞാണ് കയ്യോടി ഉണ്ടായിരുന്നത്. അരമണിക്കൂറിൽ മോഹൻലാൽ കൊല്ലപ്പെട്ട് എല്ലാം കഴിഞ്ഞു. അവിടെ പറയുന്നത്, ഫാൻസുകാർ പറയുന്നത്, എന്തിന് ഞങ്ങളുടെ ലാലേട്ടനെ എന്തിനാടാണ് ഈ ചതി ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ചതി തന്നെയല്ലേ? ഇവിടെ മുൻപത്തെ പബ്ലിസിറ്റി എന്തായിരുന്നു? ആ പബ്ലിസിറ്റിയും പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ മോഹൻലാലാണ് ഭൂരിപക്ഷം, മോഹൻലാലാണ് നായകൻ. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ഫാൻസുകാര് മുറുമുറുപ്പ് തുടങ്ങി എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് കള്ളത്തരമായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ അരമണിക്കൂർ സമയം പോലും മോഹൻലാൽ എന്നുള്ള നടന്റെ അഭിനയില്ല. ഉള്ളത് കലക്കി കളഞ്ഞു എന്ന് പറയാനുള്ളത്. ഫഹദ് ഫാസിൽ സൂപ്പറായിട്ടല്ലോ. മമ്മൂട്ടി ആദ്യം തൊട്ട് അവസാനം വരെ നിറഞ്ഞ സെറ്റും തന്നെയാണത്. മമ്മൂട്ടിയുടെ മികച്ച പ്രകടനമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മമ്മൂട്ടി നല്ല നടനാണ്, മമ്മൂട്ടിക്ക് നല്ല റോൾ ചെയ്തിരിക്കുന്നു എന്ന് വിട്ട് ഒരു മഹാകാര്യമൊന്നും അതിൽ ചെയ്തിട്ടില്ല. അത് ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ അവരൊക്കെ കുറേ എല്ലാം നന്നായിട്ടുണ്ട്. ഈ പറയുമ്പോൾ ഫാൻസുകാർ ഇടഞ്ഞ് ബഹളം വെച്ചാൽ പോയിരിക്കുന്നത്. അവർ പറഞ്ഞ കാര്യം തന്നെയുണ്ട്. ഞങ്ങളൊക്കെ ആദ്യം വിചാരിച്ചപ്പോൾ ഈ സിനിമയിൽ ലാലേട്ടൻ ഉണ്ടായിരുന്നില്ല. ലാലേട്ടൻ ഇല്ലാത്ത ലാലേട്ടനെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് മമ്മൂക്കയാണ്. ആ മമ്മൂക്ക കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ഒരു ചതി ചെയ്യാനാണെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല. ലാലേട്ടൻ വിചാരിച്ചിട്ടില്ല. അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞത്, എന്താ ഈ പടം കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഗുണമില്ല എന്ന് പറഞ്ഞെന്നാലോചിക്കണം. അപ്പോൾ ഒരു ഗുണമില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ എങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഈ ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ലാലിനെ ഇല്ലാതാക്കി? ഉള്ള ലാലാണെങ്കിൽ കയ്യടി നേടിയിരിക്കുന്നു, കുറച്ച് മതി, അധികം സീനൊന്നും വേണമെന്ന് പറഞ്ഞില്ല. ഞാനിപ്പോ സ്വയംവരം എന്നുള്ള സിനിമ കണ്ടപ്പോൾ കൊടിയേറ്റം ബാബു, ആ കൊടിയേറ്റം ഗോപി ആ 1 മിനിറ്റില്ല, ആ 1 മിനിറ്റ് സമയം കൊണ്ടാണ് അയാൾ സ്കോർ ചെയ്തു പോയത്. എന്ന പോലെ തന്നെ ഇതിൽ എല്ലാവരെയും നിഷ്പ്രഭരാക്കിക്കൊണ്ട് മോഹൻലാൽ സ്കോർ ചെയ്തു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ഫാൻസുകാർ ഇടഞ്ഞിരിക്കുന്നു, അവർ ഈ സിനിമയിൽ സഹകരിക്കുന്നുള്ള കാര്യം സത്യമാണ് എന്ന് മനസ്സിലാക്കണം.